പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും ഉണ്ണീശോയുടെയും സ്തൂപം കാണുമ്പോൾ ഇതൊരു പള്ളിയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. പള്ളി നടത്തുന്ന ഒരു നല്ല സ്കൂളാണ്. നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന സ്കൂളിൽ എല്ലാ മതത്തിലും പെട്ട ഒരുപാട് വിദ്യാർത്ഥികൾ, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഈ സ്കൂളിൻ്റെയും ബസ്സിൻ്റെയും പേര് വായിക്കുമ്പോൾ അറിയാം ഇത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളാണ്. ഈ ബസ്സിൽ കുട്ടികളെ കൊണ്ടുപോകുന്ന എവിടെയാണെന്ന് അറിയണ്ടേ? വെള്ളിയാഴ്ച ദിവസം ജുമുഅ നമസ്കാരത്തിന് സ്കൂളിൻ്റെ ബസ്സിൽ മുസ്ലിങ്ങളായിട്ടുള്ള കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. കർത്താവിൻ്റെ മണവാട്ടിമാരെ നടന്ന സ്കൂളിൽ നിന്ന് 2-3 ബസ്സിൽ വിദ്യാർത്ഥികളെ ജുമുഅ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ കൊണ്ടുപോകും. സ്കൂളിൽ നിന്ന് പള്ളി കുറച്ച് ദൂരെയായതുകൊണ്ട് സ്കൂളിൻ്റെ നേതൃത്വത്തിൽ കുട്ടികളെ കൊണ്ടുപോയി ജുമുഅ നമസ്കരിപ്പിച്ച് അതേ ബസ്സിൽ തന്നെ തിരിച്ച് സ്കൂളിൽ കൊണ്ടുവിടുന്ന അതിമനോഹരമായ മതസൗഹാർദ്ദത്തിൻ്റെ മനോഹരമായ കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെയൊക്കെ നമുക്ക് വേണ്ടത് സഹിഷ്ണുതയാണ്. നമ്മുടെ നാടിൻ്റെ കെട്ടുറപ്പും ഭംഗിയും സൗന്ദര്യവും എന്ന് പറയുന്നത് ഇതുപോലത്തെ സൗഹാർദ്ദത്തിൻ്റെ ആയിരക്കണക്കിന് കഥകളും സംഭവങ്ങളുമാണ്. നമുക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ, പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഒരുപാട് പേർ ശ്രമിച്ചേക്കാം. പക്ഷേ ഇതുപോലത്തെ 100 കണക്കിന് ഉദാഹരണങ്ങളാണ് നമ്മുടെ നാടിൻ്റെ ഐക്യം നിലനിർത്തുന്നത് എന്ന് മനസ്സിലാക്കി ഐക്യത്തോടെ, സാഹോദര്യത്തോടെ, സൗഹാർദ്ദത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ മതസാഹോദര്യം എന്നും നിലനിൽക്കട്ടെ.